ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വയനാട്ടിലെ ഒരു വിസ്മയ ലോകത്താണ്. 1 ഏക്കർ 39 സെന്റ് വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന വയനാട് അൾട്രാ പാർക്ക്. വയനാട് ലക്കിടിയിലാണ് അൾട്രാ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലാണ് ഇവിടെ ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് അൾട്രാ പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അൾട്രാ പാർക്കിൻ്റെ ജനറൽ മാനേജറാണ് നമ്മുടെ കൂടെയുള്ളത്, നവീൻ സർ. അൾട്രാ പാർക്കിനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി ആക്ടിവിറ്റി ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് ഈ പാർക്കിലാണ്. അതുൾപ്പെടെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു പാർക്കാണ് നമ്മുടെ വയനാടിൻ്റെ സ്വന്തം അൾട്രാ പാർക്ക്. അപ്പോൾ മറ്റുള്ള ഔട്ട്ലൈൻ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നവീൻ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. സാർ, ഇവിടെ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ പാക്കേജസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് വാസ്തവത്തില് ഈ എല്ലാ റൈഡുകളും കൂടെ ചെയ്യുന്നതിന് ഒരു കോംബോ ഓഫർ വെക്കുന്നുണ്ട്. അതുകൂടാതെ ഒന്നിലധികം റൈഡ് ഒരേ സമയത്ത് ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോംബോ ഓഫേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ വലിയ ഗ്രൂപ്പുകൾ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബഞ്ചി ഗ്രൂപ്പായിട്ട് വന്ന് ചെയ്യുമ്പോഴും നമ്മൾ ഒരു സ്പെഷ്യൽ പാക്കേജുകൾ കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് ഗ്രൂപ്പുകൾ ബഞ്ചി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നത് പല സംസ്ഥാനം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും വരുന്നുണ്ട്. അതിൽ തന്നെ അങ്ങനെ ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്നുണ്ട്. സാറേ, നമ്മൾ സ്റ്റെപ്സ് ടോട്ടലായിട്ട് കാര്യം കഴിഞ്ഞാൽ ആദ്യം കാണുന്ന അല്ലെങ്കിൽ ആദ്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സൗകര്യം എന്താണ്? സ്വാഭാവികമായിട്ടും നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ് ആദ്യമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് 43 മീറ്റർ. അതിൽ തന്നെ ഇന്ത്യയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി ആക്ടിവിറ്റി ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. കാൻഡിലിവർ ടൈപ്പ് ആണ്. നമുക്കിവിടെ കാണാം. അവിടെ നിന്ന് അങ്ങോട്ട് വേറെ പില്ലറുകളൊന്നുമില്ല. അപ്പൊ അതൊരു ഹാങ്ങിങ് ടൈപ്പ്, അതായത് കാൻഡിലിവർ ആണത്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ആദ്യം ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. പിന്നെ മാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനും ഗ്ലാസ് ബ്രിഡ്ജാണ്. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ് ചവിട്ടുന്നതിന് മുൻപായി പാദരക്ഷകൾ അഴിച്ചു വെക്കേണ്ടതാണ്. ഇതാണ് പാർക്കിൽ പ്രവർത്തിക്കുന്ന ജീപ്പ് സർവീസ്. അതായത് നടക്കാനോ മറ്റോ ബുദ്ധിമുട്ടുള്ളവർക്ക് എളുപ്പം പാർക്കിന്റെ മുകളിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈ സൗകര്യം. ഒരു സമയത്ത് പരമാവധി 25 പേരെയാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ അനുവദിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിസ്മയ കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി നിരവധി പേരാണ് അൾട്രാ പാർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നും താഴേക്ക് നോക്കുമ്പോഴുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. പ്രകൃതി സൃഷ്ടിച്ച സൗന്ദര്യവും മനുഷ്യനിർമ്മിതമായ സ്വിമ്മിംഗ് പൂളും ഒരേ ഫ്രെയിമിൽ കാണാവുന്നതാണ്. ഗ്ലാസിലൂടെ താഴേക്ക് നോക്കുമ്പോൾ ഇത്തിരി ഭയമൊക്കെ തോന്നിയേക്കാം. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്ര സേഫ്റ്റി ഉണ്ടെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നും ഓവർ കോൺഫിഡൻസ് കാരണം അപകടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ലോകത്തെവിടെയായാലും ഇത്തരം വിസ്മയ വിനോദങ്ങൾ ശ്രദ്ധയോടെ ആസ്വദിക്കുക എന്നത് പ്രധാനമാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് മാനസികോല്ലാസത്തിന് വേണ്ടി അൾട്രാ പാർക്ക് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ബ്രിഡ്ജിൽ നിന്നും മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും ഗർഭിണികൾക്കും ഇത്തരം വിനോദങ്ങൾ അനുവദനീയമല്ല. അങ്ങനെ നമ്മൾ ബ്രിഡ്ജിന്റെ ഏറ്റവും ആകർഷണീയമായ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടം ശരിക്കും ഒരു അത്ഭുത ലോകം തന്നെയാണ്. പ്രിയപ്പെട്ടവരോടൊപ്പം പ്രകൃതി ഭംഗിയുടെ പൂർണ്ണതയ്ക്ക് നടുവിൽ നിന്നൊരു ഫോട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിന്റെ അറ്റത്തുള്ള ഈ ഭാഗത്തു നിന്നും ഫോട്ടോ എടുക്കുക എന്നതാണ് പല സഞ്ചാരികളുടെയും പ്രധാന ലക്ഷ്യം എന്ന് തോന്നി. സാറ്, ബ്രിഡ്ജിന്റെ മുകളിൽ വന്നതിന് ശേഷമാണ് മനസ്സിലാകുന്നത് ഇവിടെ വരുന്ന പ്രായഭേദമന്യേ ആരായിക്കോട്ടെ എല്ലാവരും വളരെ ഹാപ്പിയാണ്. അവരെ ഫേസ് നോക്കിയാൽ മനസ്സിലാകുന്നുണ്ട്, വളരെ ഹാപ്പിയാണ്. ഒട്ടും പ്രായത്തിന്റെ വ്യത്യാസമില്ല. ചെറിയ കുട്ടികളുണ്ട്, യങ്സ്റ്റേഴ്സ് ഉണ്ട്, ഫാമിലീസ് ഉണ്ട്, ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട്. പിന്നെ ലിറ്ററുടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കോടയും കൂടെ ഒക്കെ വന്നു കഴിയുമ്പോൾ ഒരു ആംബിയൻസ് മൊത്തത്തിൽ
അതെ അതെ ഇപ്പൊ തന്നെ കാണാം, ഇവിടെ തന്നെ നമുക്ക് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അതെ അതെ നമ്മുടെ തൊട്ട് ലോക്കൽസ് തന്നെ വരുന്നുണ്ട്, നമ്മുടെ തൊട്ടടുത്ത് തന്നെ അവരുടെ ബന്ധുക്കളെയും കൂട്ടി വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അവർക്ക് ഈ നേരത്തെ വന്നവരാണ് അവരുടെ ബന്ധുക്കൾ ഇവിടെ വയനാട് വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വീണ്ടും വരുന്നത്. അവർക്ക് അതനുസരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോരുത്തരുടെയും ലെവലിൽ അത് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഗ്രാൻഡ് പേരൻസ് തൊട്ട് ഗ്രാൻഡ് ചിൽഡ്രൻ വരെ എല്ലാവർക്കും ആ സന്തോഷം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ആ ഒരു സീനറിയും ഇവിടുത്തെ ഒരു കാലാവസ്ഥയും, ഇനിയിപ്പോ മഞ്ഞുത വരുന്നുണ്ട്, ഫോഗി ആയി കഴിയുമ്പോഴത്തേക്ക് അത് കിട്ടുന്ന ഒരു പ്രത്യേക ആംബിയൻസ്, അതൊക്കെ നമുക്കിപ്പോ കേരളത്തിൽ എല്ലായിടവും കിട്ടുന്ന ഒരു ഫീൽ അല്ല. അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മള് ആ ഒരു വിഷ്വൽ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മളാൽ കഴിയുന്ന ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് തന്നെ ആസ്വദിക്കണം. എന്നാൽ മാത്രമേ അതിന്റെ പൂർണ്ണമായിട്ടുള്ള അളവില് നിങ്ങൾക്ക് ഇവിടുത്തെ വിഷ്വൽ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇതിനൊന്നും നമുക്ക് വലിയൊരു കോസ്റ്റും വരുന്നില്ല. എന്നാൽ ആ കൊടുക്കുന്ന കോസ്റ്റുകളിൽ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സംതൃപ്തി അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മാത്രം റിപ്പീറ്റ് ആയി ആൾക്കാർ ഇവിടത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വലിയൊരു സക്സസ് അതൊരു സക്സസ് ആണ്. അതൊരു നമ്മുടെ ഒരു സക്സസിന്റെ ഒരു കീ ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നവർ വീണ്ടും വരുന്നു, അവർ വേറെ ആൾക്കാരെ റെക്കമെൻഡ് ചെയ്യുന്നു, അവർ ത്രൂ നമുക്ക് പുതിയ ആൾക്കാർ കസ്റ്റമേഴ്സ് വരുന്നു, ഗസ്റ്റ് വരുന്നു. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇതൊരു ബിസിനസ് എന്നുള്ളതിലുപരി നമുക്ക് നല്ല സംതൃപ്തി തരുന്നുണ്ട്. അതായത് അത്രയും ഇവിടെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. മാത്രമല്ല ഇതിന്റെ ടോപ്പിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത്, ഈ ടോപ്പിൽ നിന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ്. വളരെ മനസ്സ് റിലാക്സ് ആയി നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ അതിനിപ്പം വേറെ. Can you stand here? അപ്പൊ നമുക്ക് കർണാടകയിൽ നിന്നും ഒരു അടിപൊളി ഫാമിലിയെ നമ്മളിപ്പം പരിചയപ്പെട്ടു. നമുക്ക് ചില ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ സർ. Hello. You are from Karnataka? Yes, I am from Karnataka. Did you like this bridge? Yeah, it's nice one. More than bridge, I like the complete concept here. You can do the bungee jumping, you can do the swing, and this is very nice here. It's a glass bridge, and you can see through. It's a new experience. I think they're doing a good job. And sir, my wife is from Karnataka, Udupi. Very good. That's why you see so happy, huh? Yeah. So Karnataka is my one of favorite states. Then Thank you. See you again. Sure. Thank you very much. നമ്മുടെ കാർ അവിടെ ഏകാന്തനായി വെയിറ്റ് ചെയ്യുന്നത് കാണാം. ഇപ്പൊ നമ്മള് ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിലാണ് ഉള്ളത്. അപ്പൊ ഞാനൊരു സഞ്ചാരി എന്നുള്ള രീതിയിൽ വളരെ ഹാപ്പിയാണ്. കാരണം പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്. സന്തോഷം. പിന്നെ ഇതിന്റെ ഈ അറ്റത്തു നിന്നുള്ള 360 വ്യൂ, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ആൾക്കാർ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിന്റെ അറ്റത്ത് നിന്ന് നോക്കിയാൽ ബാലി സ്വിംഗ് എങ്ങനെയാണെന്ന് കൃത്യമായി കാണാവുന്നതാണ്. ഇതാണ് ബാലി സ്വിങ്ങിന്റെ ഒരു ത്രിൽ എന്ന് പറയുന്നത്. 45 ഡിഗ്രിയിലാണ് ഇത് സ്വിംഗ് ചെയ്യുന്നത് എന്നതും ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല പ്രായഭേദമന്യേ നന്നായി എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു റൈഡാണ് ബാലി സ്വിംഗ്. പിന്നെ സാർ, ഇതിലും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഓപ്പറേഷണൽ ആയിട്ടുള്ളതിൽ ഏറ്റവും വലുത് നമ്മുടെ തന്നെയാണ്, 43 മീറ്റർ. അത് മാത്രമല്ല സ്പെസിഫിക്കേഷൻ ഉള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ സേഫ്റ്റി സെക്യൂരിറ്റി മെഷർമെന്റിലൂടെ നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതായത് ഗ്ലാസിന്റെ തിക്നെസ് ആണെങ്കിലും അതിന്റെ കോമ്പിനേഷൻ ആണെങ്കിലും അത് തമ്മിൽ ഒട്ടിച്ചിരിക്കുന്ന രീതി ആണെങ്കിലും സ്പെസിഫിക്കേഷനേക്കാളും മുകളിലാണ് നമ്മളുള്ളത്. സാർ, ഇതെന്താ സംഭവം? ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കൂടുതൽ ക്രൗഡ് വരുമ്പോൾ ക്യൂ ആയിട്ട് നിൽക്കാനുള്ള ഒരു സൗകര്യമാണ്. ആൾക്കാർക്ക് പിന്നെ കുറച്ച് വിശ്രമിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ക്യൂ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ല. അവർക്ക് അത്യാവശ്യം മസാജ് വേണമെങ്കിൽ അത് ചെയ്യാം. അതുകൂടാതെ തന്നെ നമുക്ക് VR എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. സമയമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ഇവിടെ നിൽക്കേണ്ടി വരുന്നപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഏരിയ. ഇത് നമ്മുടെ ഫസ്റ്റിലാണ് കാണുന്നത് ഇങ്ങനെ ഒരു സെറ്റപ്പ്. മറ്റു വെറുതെ നമ്മൾ സമയം ക്യൂ നിന്ന് സമയം പാഴാക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വാച്ച്, ചെരുപ്പ് മുതലായ കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റണം. അതിനുശേഷം ഇവിടെ ഇരിക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മള് ചെയറിലേക്ക് ഇരുന്നിരിക്കുകയാണ്. ഇത് ഫുൾ ബോഡിയാണ്.
50 മിനിറ്റ്സ് ആണ് ഇതിന്റെ ടൈംസ്. 200 റുപ്പിയാണ്. ഇത് ബ്ലഡ് സർക്കുലേഷൻ ലഭിക്കും. ഇതിന് ബോഡി പെയിൻ ഒക്കെ നമുക്ക് മാറിക്കിട്ടും. ഇത് VR എക്സ്പീരിയൻസ് ആണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് 2 VR എക്സ്പീരിയൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അണ്ടർ വാട്ടറും റോളർ കോസ്റ്ററും ആണ് കൊടുക്കുന്നത്. അണ്ടർ വാട്ടർ വന്നിട്ട് 10 മിനിറ്റും റോളർ കോസ്റ്റർ 5 മിനിറ്റ്സും ആണ് ഉള്ളത്. അണ്ടർ വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് കടലിന്റെ അടിയിൽ കൂടെ ഫിഷ് അങ്ങനെ എല്ലാം കണ്ട് പോകുന്നതാണ്. റോളർ കോസ്റ്റർ ജസ്റ്റ് എല്ലാം നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല അടിപൊളി റൈഡ്സ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഫാമിലിയായി വന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പാകത്തിനുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ മാത്രം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫാമിലി അംഗങ്ങൾ വന്നിട്ടാണ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്. ഇത് നമ്മുടെ സൂപ്പർമാൻ സ്വിംഗ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്വിംഗ് ആണ്. ഇത് നമുക്കൊരു പറക്കുന്ന ഫീൽ, അതായത് ഭൂമിക്ക് പാരലായിട്ട് പറക്കുന്ന ഒരാൾ. ഇത് നമുക്ക് സിംഗിൾ കൊണ്ട് കപ്പിളായിട്ടും ചെയ്യാം. അതാണ് നമ്മളുടെ ഈ ഒരു ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. വയനാട് സൂപ്പർ സ്വിംഗ് ചെയ്യുന്ന ഒരേ ഒരു പാർക്ക് നമ്മളുടേത് മാത്രമാണ്. ഇത് നമ്മൾ സിംഗിളായിട്ട് ചെയ്യുന്നതിന് ഒരാൾക്ക് 1500 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ കപ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. അതിന് നമുക്ക് വരുന്നത് 2500 ആണ്. ഇത് നമ്മൾ ഒന്നിലധികം റൈഡുകൾ കോംബോ ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. വയനാട് അൾട്രാ പാർക്കിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു ഓൾ.